നേരെ ഇത്ര ആയാലോ, ഓനെ കാണുന്നില്ലല്ലോ. ആപ്പിളെ ആരെ നോക്കി നിൽക്കുന്നേ? ആ സാംസങ്ങേ, നമ്മുടെ ഇവിടുത്തെ ചെറുക്കനില്ലടാ, എന്നാണ് എൻ്റെ HP വേണ്ട. ചെറുക്കൻ പുതിയൊരു ഫോൺ എടുത്തിട്ടുണ്ട്, എന്തോ 15 മറ്റോ ആണ് പറഞ്ഞത്. ഞാൻ ഇപ്പൊ നിനക്കറിയാലോ, ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിലാണ് അവൻ എടുത്തത്. അപ്പോൾ ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിലൊക്കെ നമ്മുടെ ഫോണല്ലേടാ എല്ലാവരും എടുക്കത്തുള്ളൂ. പിന്നെ iPhone 15 ഇപ്രാവശ്യം നമ്മൾ വിലയും കുറച്ചത്. എനിക്ക് തോന്നുന്നു അവൻ iPhone 15 എടുത്തേക്കുന്നത്. അപ്പോൾ അവനത് വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇട്ടിട്ട് അതിന് റിവ്യൂസ് ഒക്കെ ഇട്ടുമല്ലോ നമ്മുടെ ഫോണൊക്കെ. അതൊക്കെ ഒരു താങ്ക്സ് ആവുമ്പോൾ പറയുമല്ലോ, അത് കാത്തിരിക്കുവാണ് ഞാൻ. എടാ നിനക്ക് വിഷമമാവില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ S25 സീരീസ് ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നല്ലോ, എനിക്ക് തോന്നുന്നു അവൻ S25 ആയിരിക്കും എടുത്തേക്കുന്നത്. നീ കേട്ടൊരു മിസ്റ്റേക്ക് ആണ്. പിന്നെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൽ തൻ്റെ ഈ ഗ്രീൻ ലൈൻ അടിക്കുന്ന ഫോണൊന്നും അവൻ എടുക്കത്തൊന്നുമില്ല. എടാ ആൾക്കാർ ഈ കാണുന്ന എല്ലാവരും ആ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ബിഗ് ബില്യൺ സെയിലും കാത്തിരിക്കുന്നത് നമ്മുടെ ഫോൺ എടുക്കാനാണ്, അല്ലാതെ തൻ്റെ ചൊക്കളി ഫോൺ എടുക്കാനൊന്നല്ല. അസൂയിക്കും കുശുമിനും മരുന്നില്ല. എടാ മൂട്ട കയറി നിന്റെ ഫോൺ എടുത്തില്ലെങ്കിലും ഗ്രീൻ ലൈനിലുള്ള എന്റെ ഫോൺ അവൻ എന്തായാലും എടുക്കും. ഓ കാണാം, നമുക്ക് കാണാം. അവൻ വരട്ടെ, നമുക്ക് കാണാൻ വരട്ടെ, ചോദിച്ചു കാണാം. ആ അവൻ വന്നല്ലോ. എടാ മോനെ, നീ ഏതെടുത്തെ? iPhone 15 അല്ലേ? അല്ല, Xiaomi 15. അയ്യോ ആപ്പിളെ, ആപ്പിളെ, എടാ എടാ നീ അവനെ കൊന്ന? അല്ല ഞാൻ ആപ്പിളെ അവനെ കൊന്നില്ലല്ലോ. ദൈവമേ, എന്റെ അടരാവോ? ഓക്കെ, സോ നിങ്ങൾ മുമ്പത്തെ സ്കിറ്റ് കണ്ടല്ലോ, അതേപോലെ തമ്മിലും കണ്ടല്ലോ. ഇന്ന് നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് Xiaomiയുടെ 15 ആണ്. എനിക്ക് ഒരാഴ്ച മുമ്പ് കിട്ടിയൊരു ഫോൺ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അൺബോക്സിങ്ങും ഇതെല്ലാം ഞാൻ ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ ഇത് നിങ്ങൾക്കത് കാണിച്ചു തരാൻ പറ്റത്തില്ല. കാരണം ഞാൻ അതിൻ്റെ സമയം വെറുതെ കളയുന്നില്ല. നിങ്ങളുടെ ഇതിൻ്റെ ഉള്ളിൽ സാധാരണ ഉണ്ടാകുന്ന പോലെ തന്നെ ഒരു 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു സിലിക്കോൺ TPU കേസ് ഉണ്ടായിരുന്നു, പിന്നെ കുറേ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഫോണും. വേറെ ഒന്നും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ ഞാൻ കാണിക്കുന്നില്ല. സോ ഇതാണ് എനിക്ക് കിട്ടിയത്, സിലിക്കോൺ TPU കേസ്. ഒരു ഗ്രീൻ കളർ കേസാണ് എനിക്ക് കിട്ടിയത്. നല്ലതാണ്, ഞാൻ വേറെ ഒന്നും ബുക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. 6.3 ഇഞ്ച് സൈസ് വരുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ് Xiaomi ഇതിൽ കൊടുത്തിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3200 ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. സോ ഇതാണ് ഡിസ്പ്ലേ. പിന്നെ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് ആണ് വരുന്നത്. അത് ഭയങ്കര സ്മൂത്ത് ആൻഡ് സ്നാപ്പിയാണ്. പെട്ടെന്ന് വടയെന്ന് വെച്ച് ഇതേപോലെ കയറിക്കോളും. അതേപോലെ തന്നെ സ്ക്രീനിൻ്റെ റിഫ്രഷ് റേറ്റ് നോക്കുകയാണെങ്കിൽ ഭയങ്കര സ്മൂത്താണ്. ബഗ്സ് ഒന്നും ഞാൻ ഇതുവരെ ഇതിൽ വലിയ കാര്യത്തിനായിട്ട് എൻകൗണ്ടർ ചെയ്തില്ല. ഓക്കെ, ഇതാണ്. പിന്നെ ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് കാണിച്ചിട്ടാണെങ്കിൽ ഒരു റൂം കണ്ടീഷനിലൊക്കെ ഇത്രയും ബ്രൈറ്റ്നസ് കിട്ടും. കണ്ണടിച്ച് പോകുന്നുണ്ട് തന്നെ ഇതായിട്ട് ഞാൻ കുറച്ചാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ ഒരാഴ്ചയായിട്ട് ഈ ഫോൺ യൂസ് ചെയ്യാനുണ്ടെന്ന് നിങ്ങളോട് പറയുന്നല്ലോ. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നിയ കുറച്ച് പോരായ്മകളും അതേപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് നല്ല കാര്യങ്ങളും ഞാൻ ഇതിൽ കൂടെ പറയുന്നുണ്ട്. ഓക്കെ, ഇൻക്ലൂഡിങ് എല്ലാം എന്ന് പറയുന്നില്ല, കാരണം ഒത്തിരി അങ്ങോട്ട് ടെസ്റ്റും ചെയ്തിട്ടില്ല. ഇപ്പോൾ കുറേ വീഡിയോസിൽ കാണിക്കുന്ന പോലെ 3D മാർക്ക് ടെസ്റ്റോ മറ്റേ ടെസ്റ്റ് മറിച്ച ടെസ്റ്റ് അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ സാധാരണ ഒരു ഫോൺ മേടിച്ച് യൂസ് ചെയ്യുന്ന പോലെ മാത്രം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ, അല്ലാതെ വേറെ ടെസ്റ്റും മറ്റേ കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അതിനെപ്പറ്റി നോക്കാനും പോയിട്ടില്ല, കാരണം എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നും തോന്നിയിട്ടൊന്നുമില്ല. ഇപ്പോൾ നമ്മളൊരു ഫോൺ മേടിച്ചിട്ട് ആ സാധനത്തിൻ്റെ ടെസ്റ്റും മറ്റൊന്നും നോക്കിയിട്ടല്ലല്ലോ യൂസ് ചെയ്യുന്നത്. എനിക്കപ്പോൾ എൻ്റെ യൂസർ എക്സ്പീരിയൻസ് മാത്രമേ ഇവിടെ ചെയ്യാനാണുള്ളൂ. ഓക്കെ, ഇപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ 3D മാർക്ക് പറയാത്ത എന്താണ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒത്തിരി വീഡിയോസിൽ കുറേ പേര് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് പറയാനായിട്ട് എനിക്ക് വലിയ താല്പര്യമില്ല, അത് ചെയ്യാനും എനിക്ക് അറിയത്തില്ല, അത് വേറെ സത്യം. അതുകൊണ്ട് ഞാൻ എനിക്ക് യൂസ് ചെയ്ത എക്സ്പീരിയൻസ് മാത്രമാണ് പറയാനുള്ളത്. ഡിസ്പ്ലേ ക്വാളിറ്റി പറയുകയാണെങ്കിൽ കിടിലൻ ഡിസ്പ്ലേ ആണ്. ഞാൻ ഇതിൽ നെറ്റ്ഫ്ലിക്സിലൊക്കെ HDR ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും. അതേപോലെ തന്നെ പ്രൈം വീഡിയോ, ഹോട്ട്സ്റ്റാർ, യൂട്യൂബ് എല്ലാത്തിനും ഹൈ റെസൊല്യൂഷൻ ഇട്ട് കഴിഞ്ഞാൽ നല്ല കിടിലൻ പിക്ചർ ക്വാളിറ്റി നിങ്ങൾക്ക് ഇത് കിട്ടും. ഗെയിം കളിക്കാനാണെങ്കിൽ പബ്ജിയിലൊക്കെ സ്മൂത്ത് അൾട്ര. ഓക്കെ, അപ്പോൾ ഈ നിങ്ങൾ BGMI ഒക്കെ കളിക്കുന്ന പ്ലേയേഴ്സ് ആണെങ്കിൽ സ്മൂത്ത് അൾട്ര എക്സ്ട്രീം വരെ നിങ്ങൾക്ക് ഇത് കിട്ടുന്നതാണ്. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതിൽ സ്മൂത്ത് എക്സ്ട്രീം മാത്രമേ ഇട്ടിട്ടുള്ളൂ. സ്മൂത്ത് അൾട്ര എക്സ്ട്രീം വരെ പോകും. ഓക്കെ, സ്മൂത്ത് അൾട്ര എക്സ്ട്രീം വരെ സാധനം പോകുന്നതാണ്. പിന്നെ സ്മൂത്ത് അല്ല, നിങ്ങൾക്ക് HDR ക്വാളിറ്റിയിലൊക്കെ കളിക്കുന്നതെങ്കിൽ അൾട്ര HD വരത്തില്ല.
ഓക്കെ, അൾട്രാ HD അൾട്ര വരെ നിങ്ങൾക്ക് ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. സോ ഇഫ് യു ആർ എ ഗെയിമർ ഇറ്റ് ഈസ് എ ഗുഡ് ഓപ്ഷൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലിരിക്കുന്ന ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗന്റെ 8 എലൈറ്റ് ചിപ്സെറ്റ് ആണ്, സ്മൂത്ത് ആണ്. ഞാൻ BGMI മാത്രമല്ല പെസ്സും കളിക്കാറുണ്ട്. ഓക്കെ, ഒരു പെസ്സിനെ കുറിച്ച് ആരും അങ്ങനെ പറയാറില്ല സാധാരണ വീഡിയോസിൽ. ഞാൻ കളിക്കുന്ന 2 ഗെയിംസ്, ഒന്ന് BGMIയും പിന്നെ പെസ്സുമാണ്. അപ്പോൾ ഇത് 2 ഗെയിമും കളിച്ചിട്ട് എനിക്ക് വലിയ ലാഗോ മറ്റേ ഫ്രെയിം ഡ്രോപ്പോ അങ്ങനെ ഒന്നും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല. നല്ല സ്മൂത്തായിട്ട് ഇരുന്ന് നമുക്ക് കളിക്കാൻ പറ്റും. അതേപോലെ തന്നെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് നൈസ് ബാറ്ററി ബാക്കപ്പാണ്. ഇതിൽ വരുന്ന എനിക്ക് തോന്നുന്നു 5240 mAh ബാറ്ററിയാണ് വരുന്നത്. 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50 വാട്ടിൻ്റെ വയർലെസ് ചാർജർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വയർലെസ് ചാർജർ നമ്മൾ വേറെ മേടിക്കണം, ബോക്സിലൊന്നും കിട്ടത്തില്ല. പിന്നെ 10 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഡിവൈസ് ഇതും കൊണ്ട് കുത്തി ഇതിൻ്റെ ചാർജ് വലിച്ച് അതിലേക്ക് കയറ്റാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഫോണിലുണ്ട്. അപ്പോൾ ഞാൻ ഗെയിമിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഫ്രെയിം ഡ്രോപ്പ് ഒന്നും ഉണ്ടാവാതെ സ്മൂത്തായിട്ട് ഇപ്പോൾ നമുക്ക് കളിക്കാൻ പറ്റും. Wi-Fi 7 ആണ് വരുന്നത്, Bluetooth 6 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നെറ്റ്വർക്കിൻ്റെ കാര്യത്തിലൊന്നും നിങ്ങൾ വലിയ വേവലാതിപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നെറ്റ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് എയർടെലിൻ്റെ നെറ്റാണ്. അപ്പോൾ എൻ്റെ ഇവിടെ കണക്ഷനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറേ ഒത്തിരി 5G ബാൻഡ്സ് ഈ സാധനത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 14-13 5G ബാൻഡ്സ് ഈ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു സിം ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം എല്ലായിടത്തും നല്ല കവർ കിട്ടുന്നുണ്ട്. ആൻഡ് ഇതിൽ എനിക്ക് ഏറ്റവും വൺ ഓഫ് ദ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് തന്നെയാണ്. കാരണം ഞാനിപ്പോൾ രാവിലെ ഞാൻ യൂസ് ചെയ്യുന്നൊരു രീതി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ രാവിലെ കോളേജിൽ പോകുന്നതുകൊണ്ട് തന്നെ ഒരു 100 ചാർജ് ആക്കിയിട്ട് ഞാൻ രാവിലെ ഇറങ്ങും. എന്നിട്ട് അവിടെ കോളേജിലൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, ഇടയ്ക്ക് ബ്രേക്ക് കിട്ടുമ്പോൾ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാം തോണ്ടും. അങ്ങനെ കഴിഞ്ഞ് ഒരു 1:30 ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ എങ്ങനെയും എൻ്റെ ഇതിൽ ഒരു കൂടി വന്ന ഒരു 95-94 ആ ഒരു റേഞ്ചിലുണ്ടാകും. കാരണം ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമൊക്കെ സ്ക്രോൾ ചെയ്യുന്നത് തന്നെ അധികം പോകത്തില്ല, വേറെ പണിയൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് വീട്ടിൽ എത്തി ഒരു 2:30 ഫോൺ നോക്കിക്കഴിഞ്ഞാൽ രാത്രി വരെ നിൽക്കും. ഇനി അതല്ല എന്താ വെച്ചാൽ ഇപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ ഏകദേശം 60 ആ ഒരു സംഭവത്തിലുണ്ടാവും. അത്യാവശ്യം ചെറിയതായിട്ട് ഗെയിമൊക്കെ കളിച്ച് പിന്നെ എന്തെങ്കിലുമൊക്കെ എഴുതാനുണ്ടാവുമല്ലോ. ഇനി അതല്ല, നമ്മളൊരു ഹോളിഡേ സമയത്താണ്, ഇപ്പോൾ കുറേ പൂജകൾക്കൊക്കെ ഉണ്ടല്ലോ, ആ ഹോളിഡേയ്സിലാണ് ഇരിക്കുന്നതെങ്കിൽ രാവിലെ ഇപ്പോൾ ഒരു 10 മണിക്ക് 100% എണീറ്റ് എന്തായാലും ആ ദിവസം മൊത്തത്തിലല്ലെങ്കിൽ കുറേ ടൈം ഞാൻ ഫോൺ എന്തായാലും യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇപ്പോൾ 100 ഇൻസ്റ്റാഗ്രാം തോണ്ടിക്കൊണ്ടിരിക്കുക. ഞാൻ ഒരു ദിവസം ഇരുന്ന് 100 ഇട്ടിട്ട് ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ തോണ്ടി, വീഡിയോൻ്റെ പർപ്പസിനല്ല, അല്ലാതെ തന്നെ ഇങ്ങനെ തോണ്ടി ഒരു 1.5 മണിക്കൂർ ഇങ്ങനെ റീലും കണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് ഇതിൻ്റെ ബാറ്ററി ജസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് 92 ബാറ്ററി ഡ്രെയിൻ ആയുള്ളൂ. അത്രയും നേരം ഞാൻ ഇൻസ്റ്റാഗ്രാം തോണ്ടിക്കൊണ്ടിരുന്നിട്ട്, സത്യമാണ് പറയുന്നത്. ഓക്കെ, ഇത് വേറെ ഇതായിട്ടൊന്നും പറയുന്നില്ല, ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. കാരണം എനിക്ക് ഷവമി എന്തായാലും പൈസ തരുന്നില്ല പ്രൊമോട്ട് ചെയ്യാനായിട്ട്. സോ എനിക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നിട്ട് അതിൽ ഏകദേശം 8% മാത്രമേ ഡ്രെയിൻ ആയുള്ളൂ. അത്രയും നേരം ഞാൻ തോണ്ടിയിട്ട് പിന്നെ യൂട്യൂബ് കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഒരു 1.5 മണിക്കൂർ ഗെയിമൊക്കെ കളിച്ചു. അങ്ങനെയൊക്കെ കളിച്ചിട്ടും എങ്ങനെ വന്നാലും എനിക്ക് ഒരു ദിവസം ഇപ്പോൾ രാവിലെ ഞാൻ യൂസ് ചെയ്ത് ആ ഒരു വൈകുന്നേരം 7:30-8 മണിയൊക്കെ ആവുമ്പോഴേക്കും മിനിമം എങ്ങനെയും 30% എങ്കിലും ഫോണിൽ ബാറ്ററി എനിക്ക് നിൽക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ബാറ്ററി ബാക്കപ്പ് ഈ ഫോണിൽ നൈസാണ്. അതുകൊണ്ട് നിങ്ങൾ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് പേടിക്കുന്ന കുറേ പേരാണെങ്കിൽ അതിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. അതേപോലെ തന്നെ പിന്നെ കുറേ ഫോണുകൾക്ക് പ്രശ്നം വരുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബാറ്ററി ഫുൾ ചാർജ് വെച്ചിട്ട് നമ്മളിപ്പോൾ വെറുതെ ഇങ്ങനെ വെക്കുവാണെങ്കിൽ ചില സ്ഥലത്തൊക്കെ ബാറ്ററി ഡ്രെയിനേജ് വരാറുണ്ട് കുറേ ഫോണുകൾക്ക്. പക്ഷേ ഈ ഫോണിൽ എനിക്ക് ആ ഒരു സംഭവം തോന്നിയില്ല. 100 വെച്ച് കഴിഞ്ഞാൽ 100 ഞാൻ വെച്ചിട്ടില്ല, ഒരു 90 വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ സ്റ്റേബിളായിട്ട് അത് നിന്നോളൂ. അങ്ങനെ ബാറ്ററി ഡ്രെയിനേജ് ആയിട്ട് ഈ ഫോൺ എന്തായാലും പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇനി ഒരാഴ്ചയായിട്ടുള്ളൂ. ഞാൻ ഇതിൻ്റെ ഒരു ഫുൾ ടേം റിവ്യൂ എന്തായാലും ചെയ്യുന്നതാണ്. സോ അതിനൊക്കെ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അത് ഞാൻ ഇതുവരെ പറഞ്ഞില്ല, സബ്സ്ക്രൈബ് ചെയ്തേക്കുക, കൂടെയുള്ള ബെല്ലൈക്കൺ ഓൾ ചെയ്തേക്കുക. പിന്നെ എന്തായാലും നിങ്ങൾക്ക് ഈ ഫോൺ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റും കൂടെ ചെയ്തേക്കാം, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്. ഓക്കെ, അപ്പോൾ വേറെ ആർക്കെങ്കിലും ഇപ്പോൾ കാണുവാണെങ്കിൽ തന്നെ അവർക്ക് അതും കൂടെ നോക്കാമല്ലോ. എൻ്റെ എക്സ്പീരിയൻസ് മാത്രമല്ലാതെ കുറേ പേരുടെ ചേർത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഇത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്നാപ്ഡ്രാഗന്റെ 8 എലൈറ്റ് ചിപ്സെറ്റ് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഇത് ആ ഒരു ചിപ്സെറ്റ് ആയതുകൊണ്ട് തന്നെ
ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് കിടിലനാണ്. ഞാൻ ഒത്തിരി ഫോട്ടോസ് സത്യം പറഞ്ഞെടുത്തു. എസ്പെഷ്യലി ഇതിൻ്റെ പോർട്രേറ്റ് ക്യാമറ കിടിലനാണ്. ഞാൻ ഇതിൻ്റെ കുറച്ച് സാമ്പിൾസ് ഷെയർ ചെയ്യാം, അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഒത്തിരി ഫോട്ടോസൊന്നും ഞാൻ എടുത്തിട്ടില്ലെങ്കിലും അത്യാവശ്യം ഞാൻ എടുത്ത ഫോട്ടോസിലൊക്കെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്കതിലൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല. പിന്നെ ഇതിൽ കുറേ പരിപാടികൾ വരുന്നുണ്ട് ആക്ച്വലി. ഇതാണ് ക്യാമറയുടെ ഓപ്ഷൻ വരുന്നത്. ഓക്കെ, ഇതിൽ ഇവിടെ ലൈക്ക വൈബ്രൻ്റ് ഉണ്ട്, ലൈക്ക ഒത്തൻറ്റിക് ഉണ്ട്, അങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് ഞാനത് കമ്പയർ ചെയ്തു. അപ്പോൾ സാധാ ഫോട്ടോസിലൊക്കെ എടുക്കുവാണെങ്കിൽ ലൈക്ക വൈബ്രൻ്റിലിട്ട് എടുക്കുന്നതാണ് എനിക്ക് ഇഷ്ടമായിട്ട് തോന്നിയത്. ഓക്കെ, ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. ലൈക്ക വൈബ്രൻ്റ് ലൈക്ക ഒതൻറ്റിക് തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും തോന്നിയില്ലെങ്കിലും സ്കിൻ ടോണിൽ എനിക്ക് ചെറിയൊരു വ്യത്യാസം തോന്നി. ഓക്കെ, അതിലാണ് എനിക്കിതിൽ ഒരു വ്യത്യാസം പറയാനുള്ളത് എന്ന് വെച്ചാൽ സാധാ ഫോട്ടോസിൽ. പിന്നെ 2.6 എടുക്കുന്ന ഫോട്ടോസൊക്കെ കിടിലനാണ്. ഓക്കെ, ഇതിൻ്റെ പോർട്രേറ്റ് ക്യാം വരുന്നത് 2.6 നിങ്ങൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ കിടിലനാണ്. പിന്നെ ഈ പോർട്രേറ്റിൽ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാസ്റ്റർ പോർട്രേറ്റ് ഉണ്ട്, ലൈക്ക പോർട്രേറ്റ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്കിത് കാണാൻ പറ്റുമോ അറിയത്തില്ല. മാസ്റ്റർ പോർട്രേറ്റ് ആണ് ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത്. ഇത് ലൈക്ക പോർട്രേറ്റ് ആണ്. സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടത് മാസ്റ്റർ പോർട്രേറ്റ് ആണ്. കാരണം എനിക്ക് ലൈക്ക പോർട്രേറ്റിൻ്റെ ആ ഒരു സ്കിൻ ടോണും കളേഴ്സൊന്നും അത്ര എനിക്ക് ഇതായിട്ട് തോന്നിയില്ല. കാരണം ഇച്ചിരി ഭയങ്കര സൈഡൊക്കെ ആകെ ബ്ലോൺ ഔട്ട് ഇരുണ്ടൊക്കെ ഇരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് മാസ്റ്റർ പോർട്രേറ്റ് ആയിരിക്കുള്ളൂ. ഫോട്ടോസ് എല്ലാം നിങ്ങളുടെ താല്പര്യമാണ്, ഞാൻ വേറൊന്നും പറയുന്നില്ല. ബട്ട് എൻ്റെ ഒരു യൂസ് ചെയ്ത എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ്, മാസ്റ്റർ പോർട്രേറ്റ് കുറച്ചുകൂടെ നന്നായിരിക്കും. പിന്നെ നമ്മൾ ഈ S25 അൾട്രയിലൊക്കെ സൂം ചെയ്യുന്നവരെ ഞാൻ ചന്ദ്രനെയൊക്കെ ഇടയ്ക്കൊന്ന് സൂം ചെയ്ത് എടുക്കാൻ നോക്കി. ഓക്കെ, 60x ടോപ്പായിട്ട് സൂം ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു സാമ്പിൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, അതൊക്കെയാണ് ചന്ദ്രനെ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ. ഇതിൽ അത്ര വലിയ കാര്യമായിട്ട് ചന്ദ്രനെ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ബട്ട് നിങ്ങൾക്ക് അത്യാവശ്യം കുറേ ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ് എടുക്കാൻ പറ്റും, സാധാ പിക്ചേഴ്സ് എടുക്കാൻ പറ്റും. എനിക്കിന്നെ പറയാനുള്ളത്, വീഡിയോ ക്വാളിറ്റി എനിക്ക് അത്ര നൈസായിട്ട് തോന്നിയില്ലെങ്കിലും ഫോട്ടോസ് ആണ് എനിക്ക് കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസിൽ വീഡിയോ കൊള്ളത്തില്ല എന്നല്ല, നല്ലതാണ്. ബട്ട് ഫോട്ടോസ് കുറച്ചും കൂടെ എനിക്കൊരു ഇഷ്ടപ്പെട്ട് തോന്നി. ഓക്കെ, കമ്പാരിറ്റീവ്ലിയാണ് ഞാൻ പറഞ്ഞത് ഫോട്ടോസിൻ്റെ വീഡിയോസിൻ്റെ കാര്യം. വീഡിയോസിൽ 8K 30 FPS സപ്പോർട്ടാണ് ഫ്രണ്ടിൽ വരുന്നത്, ബാക്കിൽ വരുന്നത്. ഫ്രണ്ട് ക്യാമിൽ 180 30 FPS സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ എൻ്റെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തേക്കുന്ന ഒരു സാമ്പിളും കൂടെ ഇപ്പോൾ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമിൽ എനിക്ക് വരുന്ന ഒരു എന്താ ക്ലാരിറ്റി. കാരണം ഇപ്പോൾ ഞാൻ റൂമിലാണ് ഇരിക്കുന്നത്, ഇവിടെ ലൈറ്റ് ഉണ്ട്. നേരെ ഇപ്പോൾ ലൈറ്റ് അടിക്കുവാണെങ്കിൽ ഈ ഒരു ഗ്ലോ നിങ്ങൾക്ക് കിട്ടും. ഇനി അതില്ല, സൈഡിൽ നിന്നൊക്കെ ലൈറ്റ് പുറകിൽ നിന്നാണ് അടിക്കുന്നതെങ്കിൽ ഇങ്ങനെയാണ് ഫ്രണ്ട് ക്യാമിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. റൂം ലൈറ്റിലാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് Xiaomi 15 ഒരു ബാക്ക് ക്യാമറയിൽ വരുന്ന വീഡിയോ പെർഫോമൻസ് ആണ്. 8K 30 FPS ആണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഇപ്പം നിങ്ങളൊരു റൂം ലൈറ്റിലൊക്കെ ഇട്ട് ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില സമയത്ത് നമ്മുടെ വീഡിയോസ് ഇങ്ങനെ ബാക്ക് ക്യാമറ കൊണ്ട് എടുത്തപ്പോൾ എനിക്ക് ഒരു എന്താ സ്കിൻ ടോണിൽ ചെറിയൊരു ഭയങ്കരമായിട്ട് ഡള്ളാവുന്നുണ്ട്. അതെന്താ കാര്യം എന്ന് എനിക്കറിയത്തില്ല. ചില സമയത്ത് ചില ലൈറ്റിങ്ങിൽ ഭയങ്കരമായിട്ട് ഡള്ളാവുന്നുണ്ട്, അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ബട്ട് കളേഴ്സൊക്കെ ഭയങ്കര ബ്രൈറ്റായിട്ടും നമ്മുടെ സ്കിൻ ടോൺ ഭയങ്കരമായിട്ട് അവർ ഡള്ളാക്കി കാണിക്കുന്നു ചില സമയത്ത്. ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സൈഡിൽ നിന്നൊക്കെ ലൈറ്റ് ഉണ്ട്. സോ ഒരു റൂം ലൈറ്റിൽ നിങ്ങളിപ്പോൾ ഒരു യൂട്യൂബിൻ്റെ വീഡിയോ എടുക്കുകയാണെങ്കിലോ അത് ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ക്വാളിറ്റിയിലായിരിക്കും നിങ്ങൾക്ക് ഇരിക്കാൻ പോകുന്നത്. പിന്നെ മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ മൈക്ക് വെക്കാതെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വാളിറ്റിയിലായിരിക്കും സൗണ്ട് വരാൻ പോകുന്നത്. ഇനി അതല്ല, പുറകിൽ നിന്നാണ് നിങ്ങളുടെ ലൈറ്റ് അടിക്കുന്നതെങ്കിൽ ഈ ഒരു ക്വാളിറ്റിയിലാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെയാണ് വീഡിയോ
വീഡിയോൻ്റെ ക്യാമറയുടെ ഒക്കെ പെർഫോമൻസ് വരുന്നത്. പിന്നെ ഇതിൽ ഒത്തിരി ഫിൽറ്റേഴ്സ് വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ഒത്തിരി ഒത്തിരി ഫിൽറ്റേഴ്സ്, സോറി അറിയാതെ കഴിഞ്ഞിപ്പോഴാണ്, ഒത്തിരി ഇതേപോലെ ഫിൽറ്റേഴ്സ് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇതിങ്ങനെ കാണിക്കാൻ നല്ല രസമാണ്, കാരണം കുറേ പരിപാടികളുണ്ട് ഇതിൽ. ഇങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ സ്ലോ മോഷൻ ഉണ്ട്. പിന്നെ ഇപ്പം നിങ്ങൾക്ക് ചന്ദ്രനെ മാത്രം എടുക്കണമെങ്കിൽ ഇങ്ങനെ നൈറ്റ് ആയിട്ടുള്ളൊരിതുണ്ട്. പിന്നെ ഫാസ്റ്റ് ഷോട്ട് ഉണ്ട്. പിന്നെ ഡ്യുവൽ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ. ഇതുകൊണ്ട് ഡ്യുവൽ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലെല്ലാത്തിലും ഈ സംഭവം ഉണ്ട്. പിന്നെ സൂപ്പർ മൂൺ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ചന്ദ്രനെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഞാൻ നേരത്തെ കാണിച്ച ഫോട്ടോ ഇതിലെടുത്തതല്ല സത്യം പറഞ്ഞാൽ, ഞാൻ ഇപ്പോഴാണ് ഇത് കാണുന്നത്. ആ ഒരു കാര്യമുണ്ട്. പിന്നെ മൂവി മോഡുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാം കുറച്ച് അത്യാവശ്യം നല്ല ഇതിൽ നിങ്ങൾക്ക് എടുക്കാൻ. പിന്നെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങി കഴിഞ്ഞാൽ നമ്മൾ ട്രാക്ക് ചെയ്ത് സെൻസർ ഇങ്ങനെ നമ്മൾ തന്നെ നടുക്ക് തന്നെ ആയിരിക്കുന്ന ഒരു രീതിയിൽ സത്യം പറഞ്ഞാൽ നിൽക്കും. ഞാനത് എടുത്ത് കാണിക്കുന്നില്ല തൽക്കാലത്തേക്ക്. ഓക്കെ, പറഞ്ഞു തന്നാണ്. അതെന്തായാലും നൈസാണ്. ഓക്കെ, ആ ഒരു പരിപാടിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ടോട്ടലി ക്യാമറയുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ ഒരു ഫോൺ കിടിലനാണ്, വേറെ ലെവലാണ്. ഓക്കെ, നേരത്തെ കുറേ ഫോട്ടോസ് കാണിച്ചു തന്നല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഞാൻ വലിയൊരു ഫോട്ടോഗ്രാഫറൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം ചെറിയ ചെറിയ ഫോട്ടോസൊക്കെയാണ് എടുത്തേക്കുന്നത്. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എസ്പെഷ്യലി ഈ ഒരു ഫോണിൻ്റെ ആ ഒരു കളർ പ്രോസസ്സിങ് ആയാലും എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതാണ് എനിക്കിതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സംസാരിച്ചു, ക്യാമറയെ കുറിച്ച് സംസാരിച്ചു, ഗെയിമിംഗ് സംസാരിച്ചു. അപ്പോൾ അത്യാവശ്യം ക്യാമറയും ഗെയിമിങ്ങും നോക്കുന്ന ഒരു ആളാണ് നിങ്ങളെങ്കിൽ ഈ ഫോൺ പക്കയാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി ഇതിൻ്റെ കുറച്ച് AI ഫീച്ചേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാം. നമുക്ക് സർക്കിൾ ടു സെർച്ച് ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഇപ്പം അങ്ങനെ കുറേ സംഭവങ്ങൾ, അത് സത്യം പറഞ്ഞാൽ കാണിക്കാതെ എനിക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. പിന്നെ നമുക്ക് AI ഇറേസിങ്, ആ സംഭവം ഇതിൽ കിടലിനാണ്. ഞാനത് ഇതിൻ്റെ ഒരു സാമ്പിൾ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ AI ഫീച്ചേഴ്സ് ഒത്തിരി ഉണ്ട് ഇതിൽ. നമുക്ക് മറ്റേ സർക്കിൾ ടു സെർച്ച് ഓപ്ഷൻ ഉണ്ട്, ഇറേസിങ് കുറേ സംഭവങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു സാമ്പിൾ കാണിച്ചു തരാം ഇറേസ് ചെയ്തിരുന്ന. സോ ഈ ഒരു ഫോട്ടോയിൽ, ഞാൻ നേരത്തെ കാണിച്ചു തന്നൊരു ഫോട്ടോ ആണ്. ഇതിൽ ഞാനിപ്പോൾ ഒരു ഇറേസ് ചെയ്ത് കളയാൻ പോകുന്നത് ഈ ഒരു തെങ്ങും ഇവൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു വാച്ച് ഉണ്ടല്ലോ, സൂം ചെയ്യാൻ പറ്റത്തില്ല, ആ ഒരു വാച്ചുമാണ് ഞാനിപ്പോൾ ഇറേസ് ചെയ്ത് കളയാൻ പോകുന്നത്. സോ ഇതിൽ തന്നെയുള്ള AI ഞെക്കി കഴിഞ്ഞാൽ ഇറേസിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇറേസ് ഞെക്കി അതിൽ ഞാൻ റിമൂവ് ഒബ്ജക്ട്സ് കൊടുത്തു. നൈസായിട്ട് ആ വാച്ച് അങ്ങോട്ട് ഞെക്കിയിട്ട് ഇത് തെങ്ങും അങ്ങോട്ട് ഞാനങ്ങോട്ട് വായിച്ച് കളയാൻ പോകണം. ഓക്കെ, ഓക്കെ കണ്ടല്ലോ, ഞാനത് സെലക്ട് ചെയ്തു. ഇനി ജസ്റ്റ് സ്റ്റാർട്ട് അങ്ങോട്ട് കൊടുത്തേച്ചാൽ മതി. സംഭവം ഇത് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഞാനിപ്പോൾ തന്നെ കാണിച്ചു തരാം. ഓക്കെ, സോ നിങ്ങൾ കണ്ടല്ലോ, ആ തെങ്ങ് അവിടെ കാണാനില്ല. വാച്ച് ഞാൻ കളഞ്ഞില്ല. സത്യം പറഞ്ഞാൽ ഞാൻ വരച്ച് ഇച്ചിരി കൂടിപ്പോയി, അതുകൊണ്ട് വാച്ച് ഞാൻ കളഞ്ഞു. വാച്ച് ചെയ്യാനുള്ളത് കൊടുത്തില്ല. സോ ആ തെങ്ങ് പോയതുകൊണ്ട് അതാണ്. സോ അപ്പോൾ ഇതിൽ ഇറേസിങ് ഫീച്ചേഴ്സ് അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കി നടക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അതെന്തായാലും സാറ്റിസ്ഫൈഡ് ആകും. നിങ്ങൾക്കപ്പോൾ ഇതിൽ മായ്ച്ച് കളയാനുണ്ട്. ഇപ്പോൾ സൈഡിൽ ഒരാളുണ്ട്, അയാൾ വേണ്ടെങ്കിൽ മായ്ച്ച് കളയാൻ പറ്റും. പട്ടിയെ വായിച്ചു കളയാണെങ്കിൽ പട്ടിയെ വായിച്ചു കളയാൻ പറ്റും. അത് വേണ്ട, തെങ്ങ് വേണ്ടേ തെങ്ങ് വായിച്ചു കളയാൻ പറ്റും. അങ്ങനെ ഒത്തിരി AI ഫീച്ചേഴ്സ് ഇതിലുണ്ട്. പിന്നെ ഇവിടെ ഗൂഗിൾ ജെമിനി ഒക്കെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ ആസ്ക് ജെമിനി വരും. ഹേ ജെമിനി ഓപ്പൺ യൂട്യൂബ്, കേട്ടില്ല കേൾക്കാത്തതുകൊണ്ടാണ്. ഹേ ജെമിനി ഓപ്പൺ ഗൂഗിൾ, ഓക്കെ, ജസ്റ്റ് സെക്കൻഡ്, അത് തന്നെ കണ്ടോ ഓപ്പൺ ആയിക്കോളും. അപ്പോൾ ആ ഒരു സംഭവങ്ങളെല്ലാം ഇതിലുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വേരിയൻറ്റ് 12GB 512GB ആണ്. ആ ഒറ്റ വേരിയൻറ്റ് മാത്രമേ ഈ ഒരു ഫോണിലുള്ളൂ. സോ അതുകൊണ്ട് തന്നെ എത്രത്തോളം വേണമെങ്കിലും നമുക്ക് സ്റ്റോറേജിന് ഒരു മിച്ചമില്ലാതെ നമുക്ക് വരും എന്തായാലും. ഇതിനു മുമ്പ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് റിയൽമിയുടെ 9 Pro Plus ആണ്. ഇത് 128GB ആയിരുന്നു. സത്യം പറഞ്ഞാൽ അത് എനിക്ക് അത്യാവശ്യം അതൊക്കെ ഓക്കെ ആയിരുന്നു. അവസാനം ഇപ്പോൾ കുറച്ച് ഒരു പണി കിട്ടി. ബട്ട് ഇവിടെ എന്തായാലും എനിക്ക് വലിയ ഇതായിട്ടൊന്നും തോന്നിയില്ല. ഒരാഴ്ചയായുള്ളത് വേറെ കാര്യം.
2 വർഷമൊക്കെ കഴിയുമ്പോൾ അത് മാറുമെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് 512 GB എന്ന് വെച്ചാൽ ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് ഇറ്റ്സ് മോർ ദാൻ ഇനഫ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നെക്സ്റ്റ് ടോക്കിംഗ് അബൌട്ട് ഹൈപ്പർ OS. ഞാൻ ആദ്യമായിട്ടാണ് ഹൈപ്പർ OS ഉപയോഗിക്കുന്നത്. ഹൈപ്പർ OSന്റെ രണ്ടാം ഹൈപ്പർ OS 2 അങ്ങനെ എന്തോ ആണ്. അതെ, ഹൈപ്പർ OS വേർഷൻ 2.020 ആണ് ഇതിൽ കിടക്കുന്നത്. ഞാൻ ആദ്യം ഒരു ഫോട്ടോ ഒക്കെ ഇപ്പോൾ നമ്മൾ ഇറേസ് ചെയ്തൊരു ഫോട്ടോ ഉണ്ടാവും, ഇത് കിട്ടുമ്പോൾ തന്നെ ഒരു അപ്ഡേറ്റ് വരും. അത് ചെയ്യാതെ എടുത്തൊരു സംഭവമാണ്. ആ ഒരു അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് പോർട്രേറ്റ്സിൻ്റെ കുറച്ചും കൂടെ ലെവൽ ഒന്ന് കൂടി എന്ന് ഞാൻ പറയാം. സോ ഈ ഒരു ഫോൺ നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു അപ്ഡേറ്റ് വരുമ്പോൾ ആ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ആ അപ്ഡേറ്റ് കഴിയുമ്പോൾ കുറച്ചുകൂടെ നല്ല ക്യാമറ ക്വാളിറ്റി നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഹൈപ്പർ OSൽ എനിക്ക് വലിയ ബഗ്സ് ഒന്നും എനിക്ക് തോന്നിയൊന്നുമില്ല. ഇപ്പോൾ ഇതൊക്കെ സ്മൂത്താണ്, ഇതൊക്കെ നമുക്ക് കളയണമെങ്കിൽ കളയാം. അങ്ങനെ വലിയൊരു എനിക്ക് ബഗ്സ് ആയിട്ടൊന്നും തോന്നിയൊന്നുമില്ല. ഓക്കെ, ഞാൻ കുറച്ച് വീഡിയോസിലൊക്കെ കണ്ടായിരുന്നു, അതിൽ എന്തൊക്കെയോ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ബഗ് ആവുന്നു, അങ്ങനെ കുറേ കണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെയൊന്നും വന്നില്ല ഇതുവരെ. ഓക്കെ, എനിക്ക് ഇതുവരെ തോന്നിയൊന്നുമില്ല. പിന്നെ എനിക്കിത് തോന്നിയ 2 പ്രശ്നം ഞാൻ പറയാം. ഒന്ന് ബ്രൈറ്റ്നെസ് ആണ്. കാരണം നമ്മൾ ഇതിൽ 3200-ന്റെ ബ്രൈറ്റ്നെസ് ഉണ്ടെന്നൊക്കെ പറയുന്നു. ബട്ട് ഇപ്പോൾ ഞാൻ വെയിലത്തൊക്കെ പുറത്ത് നിൽക്കുവാണെങ്കിൽ ഒത്തിരി ബ്രൈറ്റ്നെസ് നമുക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യത്തില്ല. കാരണം ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുന്ന ഫോണാണെങ്കിലും അതിലൊക്കെ കുറച്ചുകൂടെ നല്ലതാണ് പുറത്ത് നിൽക്കുമ്പോൾ കാണാമായിരുന്നു വിസിബിലിറ്റി. ഇതിൽ കാണത്തില്ല എന്നല്ല, ബട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക് ചെന്ന് നോക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാകത്തില്ല. ബട്ട് പുറത്തിറങ്ങുമ്പോൾ ഉള്ള ബ്രൈറ്റ്നെസ് എനിക്ക് ഇച്ചിരി കുറവായിട്ട് തോന്നി. അത് കുറച്ചും കൂടെ കൂട്ടാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഓക്കെ, ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയൊരു പ്രശ്നമാണ്. അത് എല്ലാവർക്കും പറഞ്ഞ് കേട്ടിട്ടില്ല, ബട്ട് എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നി. കാരണം പുറത്തേക്കൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ബ്രൈറ്റ്നെസ്സിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ നിങ്ങൾക്ക് തോന്നാൻ ചാൻസ് ഉണ്ട്. പിന്നെ എനിക്ക് ബഗ് തോന്നിയൊരു സ്ഥലമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ഇവിടെ സിം ഇടാൻ വേണ്ടി ഇട്ടപ്പോൾ ഫോൺ ഒന്ന് തന്നെ അങ്ങനത്തെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ സിം ഇട്ട ഒരു സമയത്ത് ഞാൻ ഇട്ടപ്പോഴേക്കും ഫോൺ തന്നെ ഇങ്ങനെ ബ്ലിങ്കായി പോയിക്കൊണ്ടിരിക്കണ്ടായിരുന്നു. ബട്ട് ഞാനത് ഇട്ട് ഒന്നും കൂടെ ഇട്ടപ്പോൾ ഓക്കെ. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഇതിലെനിക്ക് തോന്നി. അതേപോലെ ചില ആപ്പുകൾക്ക് ഇങ്ങനെ ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ ചില ആപ്പുകൾക്കൊരു പ്രശ്നം വരുന്നുണ്ട്. ഞാൻ കാണിച്ചറിയുന്നു. ഓക്കെ, കാനറ ബാങ്കിൻ്റെ ഒക്കെ ആപ്പ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ കാനറ ബാങ്ക് ഓപ്പൺ ചെയ്തത് കണ്ടോ, 2-4 പ്രാവശ്യം ഇങ്ങനെ ഇത് കറങ്ങിക്കൊണ്ട് വന്നിട്ടാണ് ഈ ഒരു സംഭവം ഇങ്ങനെ നമ്മളോട് ഓപ്പൺ ആയി വരുന്നത്. അതെന്താ കാര്യം എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഇതേപോലെ ഇതല്ലാതെ വേറെ ബഗ്സ് ആയിട്ടൊന്നും എനിക്ക് ഈ ഫോണിൽ തോന്നിയില്ല സത്യം പറഞ്ഞാൽ. ഈ ഒരു കാനറ ബാങ്കിൻ്റെ ഈ ഒരു ആപ്പ് തുറന്നപ്പോൾ മാത്രമാണ് എനിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായത്. അല്ലാതെ വേറൊരു ആപ്പ് തുറന്നാലും എനിക്ക് ഈ ഒരു ലോഡിങ് ഇഷ്യൂ, അങ്ങനെ കറങ്ങണ ഒരു ഇഷ്യൂ അങ്ങനെയൊന്നും തോന്നിയില്ല. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ പെട്ടെന്ന് ഞാനൊക്കെ ഓപ്പൺ ആയി വരും. ഒരു പ്രശ്നമൊന്നുമില്ല. പെട്ടെന്ന് പടയെന്ന് പറഞ്ഞ് കയറും. ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഇപ്പോൾ BGMI ആയിക്കോട്ടെ, പെട്ടെന്ന് ലോഡാവുന്നതാണ്. അങ്ങനത്തെ ആയിട്ടൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ക്യാമറ എടുത്താലും പെട്ടെന്ന് ലോഡാവും. അതേപോലെ തന്നെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്താലും ഓപ്പൺ ചെയ്താലും പെട്ടെന്ന് ലോഡാവുന്നുണ്ട്. അതിലൊന്നും എനിക്ക് വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഹൈപ്പർ OS എനിക്ക് വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഒത്തിരി കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട് ഇതിലിപ്പോൾ. ഞാനിപ്പോൾ ഈ ലോക്ക് സ്ക്രീൻ ഇട്ടേക്കുന്നുണ്ട്. ഇവിടെ കുറച്ചൊരു ഇങ്ങനെ വിട്ട് ആ ഒരു സംഭവമൊക്കെ സത്യം പറഞ്ഞാൽ ഇത് കസ്റ്റമൈസ് ചെയ്തെടുത്തേക്കുന്നതാണ്. പിന്നെ ഒത്തിരി വാൾപേപ്പേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ ഞാൻ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താണ്. പിന്നെ കുറേ ഡൈനാമിക് വാൾപേപ്പേഴ്സ് ഉണ്ട്. പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. ഒത്തിരി സംഭവങ്ങളുണ്ട് അങ്ങനത്തെ ഈ ഒരു ഹൈപ്പർ OSൽ. കുറേയൊക്കെ ഫ്രീ ആണ്. ഞാനിപ്പോൾ ഇതിന് മുമ്പ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ റിയൽമിയുടെ UI ആണ്. അതിലൊക്കെ പറഞ്ഞാൽ തീമൊക്കെ വളരെ ശോകമാണ് സത്യം പറഞ്ഞാൽ. അതൊക്കെ മിക്കതും പെയ്ഡാണ്. ബട്ട് ഇതിൽ എനിക്ക് കുറേ സാധനങ്ങൾ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, ഒത്തിരി കിടിലൻ ഫീച്ചേഴ്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഹൈപ്പർ OSലുണ്ട്. ഓക്കെ, ആ ഒരു സംഭവങ്ങളൊക്കെ എന്തായാലും നിങ്ങളിത് മേടിക്കുവാണെങ്കിൽ യൂസ് ചെയ്യുക. പിന്നെ ഡൈനാമിക് വാൾപേപ്പേഴ്സും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ യൂസ് ചെയ്യാത്തത് ബാറ്ററി കൺസംഷൻ കൂട്ടുന്നതുകൊണ്ടാണ്. ഇനിയിപ്പോൾ യൂസ് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ബാറ്ററി ഹെൽത്ത് എന്തായാലും കുറയ്ക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാത്തത്.
പിന്നെ ഈ ഫോണിൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ സൈസാണ്. കുട്ടി സൈസാണ്. എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു കോമ്പാക്ട് ഫോൺസാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. അതുകൊണ്ട് തന്നെ അതെ എൻ്റെ കൈവെള്ളയുടെ ഇത്രയേ ഉള്ളൂ ഫോൺ സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇത് പിടിക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ ഒറ്റ കൈ കൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. കൈ ഇച്ചിരി ചെറുതായതുകൊണ്ടാണ്, ഓക്കെ വിരൽ ഇച്ചിരി ചെറുതാണ്, അതുകൊണ്ട് തന്നെ ഒറ്റ കയ്യിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു കാര്യത്തിലൊക്കെ ഫോൺ കിടിലനാണ്. എനിക്ക് ഒത്തിരി വലിയ ഫോൺസ് ഒന്നും അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ചെറിയ ഫോണുകളോട് കുറച്ച് ഇഷ്ടമുള്ളതുകൊണ്ട് ഈ ഒരു ഫോൺ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇപ്പം നിങ്ങൾക്ക് ഗെയിം, അപ്പോൾ ചെറിയ ഫോണായതുകൊണ്ട് ഗെയിം കളിക്കാൻ പ്രശ്നം തോന്നിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയില്ല. വീഡിയോസ് കാണാനാണെങ്കിലും അങ്ങനെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നിയില്ല. അപ്പോൾ അതൊക്കെയാണ് Xiaomi 15 എനിക്ക് ഉള്ള റിവ്യൂ. എല്ലാ കാര്യത്തിലും എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. ഇപ്പോൾ ഒരാഴ്ച ആയതുകൊണ്ടാണോ എനിക്കറിയത്തില്ല, വലിയ കാര്യങ്ങൾ എൻകൗണ്ടറും ചെയ്തിട്ടില്ല. ആകെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ബ്രൈറ്റ്നസിൻ്റെയും പിന്നെ ആ ഒരു ആപ്പ് തുറക്കാനുള്ള ഒരു ബഗ് മാത്രമേ ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ക്യാമറ ക്വാളിറ്റി ആയിക്കോട്ടെ, ഇപ്പോൾ വീഡിയോ ക്വാളിറ്റി ആയിക്കോട്ടെ, നമ്മളിപ്പോൾ വീഡിയോ ഒക്കെ കാണുവാണെങ്കിലും സിനിമ കാണുവാണെങ്കിലും ഗെയിമിങ് എക്സ്പീരിയൻസ് ആയാലും അങ്ങനെ ഒരു കുഴപ്പം എനിക്ക് തോന്നിയിട്ടില്ല ഈ ഒരു ഫോണിൽ. സോ ഇതാണ് എൻ്റെ ഒരു റിവ്യൂ എന്ന് പറയാനുള്ളത്. ഏറ്റവും ആദ്യത്തെ ഒരു അൺബോക്സിങ് ആയതുകൊണ്ട് എനിക്കറിയത്തില്ല എനിക്ക് ഞാൻ നല്ലോണം ചെയ്തോളന്ന്. ബട്ട് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യണ സമയത്ത് ഒന്നുകൂടെ കേൾക്കുമ്പോൾ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ചിലപ്പോൾ ഞാൻ ലാസ്റ്റ് കേറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ ഫോൺ മേടിക്കുക. ഇത് മാത്രമല്ല, ഒത്തിരി പേര് യൂസേജ് എക്സ്പീരിയൻസ് കേട്ട് നോക്കുക. ഒരാളുടെ വീഡിയോ മാത്രം കണ്ടെന്തായാലും എടുക്കത്തില്ല, ബട്ട് എന്നാലും ഓരോരുത്തരുടെ അഭിപ്രായം നിങ്ങൾ നോക്കുക. അതേപോലെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഈ ഫോണിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഈ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു അഭിപ്രായം കൂടെ താഴെ ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് അത് ഹെൽപ്ഫുൾ കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ബാക്ക് അടിച്ച് പോവുക. അപ്പോൾ അത്രേ ഉള്ളൂ.